ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ ഈ റിസ്ക് റിവാർഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ വാർണിങ്സ് ഒക്കെ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല, ഞാൻ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ ഇത് മനസ്സിലാക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക വീഡിയോ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ മണി മാനേജ്മെൻറ്റ്. ഓക്കെ, മണി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഷീറ്റ് അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സൽ ഷീറ്റ് ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടെ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾ ഉപയോഗിക്കുക, താല്പര്യമുള്ളവർ മാത്രം ഉപയോഗിക്കുക. കാരണം ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലെ മണി മാനേജ്മെൻറ്റാണ്. ചിലവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ $10 ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ $100 ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഫസ്റ്റ് $100 ഡെപ്പോസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രേഡ് എടുക്കും. അത് ലോസ് ആവുകയാണെങ്കിൽ $200 എടുക്കും MTG. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, കുറച്ച് പേരാണെങ്കിൽ എന്ത് ചെയ്യും, ഇതേപോലുള്ള മണി മാനേജ്മെൻറ്റ് ഷീറ്റ്, നമ്മുടെ മണി മാനേജ്മെൻറ്റ് എക്സൽ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതുപയോഗിച്ചാലും എന്താണ് നമുക്ക് വേണ്ടത്, പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ആ പ്രോഫിറ്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു എളുപ്പ വഴിയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, മണി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇനി ഈ ഒരു ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മണി മാനേജ്മെൻറ്റ് പോകാൻ പറ്റുമോ? അങ്ങനെയല്ല. മണി മാനേജ്മെൻറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓവറോൾ ഒരു മണി മാനേജ്മെൻറ്റ് ഉണ്ടാവണം. ഓവറോൾ ഒരു എന്താ പറയുക ഒരു ഗോൾ ഉണ്ടാവണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ക്യാപിറ്റൽ ഒരു 25,000 ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, എനിക്ക് ഒരു ദിവസം എൻ്റെ റിസ്ക് എടുക്കാൻ പറ്റുന്നത് 1,500 ഞാൻ വെക്കുന്നു. എൻ്റെ റിസ്ക് എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ എനിക്ക് ലോസ് ആവുകയാണെങ്കിൽ 1,500 മേലോട്ട് ഞാൻ ലോസ് ഒരിക്കലും കൊണ്ടുപോകില്ല. 1,500 ആകുമ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് ഞാനെങ്കിൽ എന്ന് വെച്ചാൽ എൻ്റെ റിസ്ക് എനിക്ക് നേരത്തെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ റിസ്ക് ഞാൻ ഡിസൈഡ് ചെയ്തെങ്കിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഞാൻ ചെയ്യേണ്ടത് ഇതിലേക്ക് × 2 ആണ്. × 2 അപ്പോൾ എത്രയായി ഇവിടെ? 3,000 രൂപയായിരിക്കണം എൻ്റെ പ്രോഫിറ്റ് എനിക്ക് കിട്ടേണ്ടത്. അല്ലാതെ 2,500 ഉറുപ്പിക ഞാൻ സ്റ്റോപ്പ് ചെയ്യുക, 2,200 ഉറുപ്പിക ഞാൻ സ്റ്റോപ്പ് ചെയ്യുക, അതല്ല. ഞാൻ എത്ര രൂപ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നു അതിൻ്റെ ഡബിളായിരിക്കണം എൻ്റെ പ്രോഫിറ്റ്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാസത്തിൽ ഒരു 15 ദിവസം ലോസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ക്യാപിറ്റലൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് മണി മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഷീറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയില്ല. ഓക്കെ, 1 മിനിറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. റിസൾട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ W⁻L എന്ന് കൊടുക്കാം. ഓക്കെ, ഇരിക്കട്ടെ. അപ്പോൾ W എന്ന് പറഞ്ഞാൽ വിന്ന്, L എന്ന് പറഞ്ഞാൽ ലോസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഇവിടെ. ഇപ്പോൾ L എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലോസ് എന്ന് കാണിക്കും, W എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിൻ എന്ന് കാണിക്കും, ഗ്രീനും റെഡും അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ ഡോളറിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡോളർ എന്ന് മനസ്സിലാക്കേണ്ട, ഒരു ഡോളറിനാണെങ്കിലും INR ഇതുപോലെ തന്നെ. ഇപ്പോൾ 25,000 രൂപ നിങ്ങളുടെ അടുത്ത് 25,000 രൂപയാണ് INR ഉണ്ടെങ്കിൽ ജസ്റ്റ് INR 25,000 അടിച്ചാൽ മതി. ഓക്കെ, ഈ ഡോളർ സിമ്പിൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡോളറോ INR നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണ് നിങ്ങൾ വയ്ക്കുക. ഇനി നിങ്ങൾ എന്താ പറയുക, ഡോളറാണെങ്കിൽ ജസ്റ്റ് $100,000 എന്ന് അടിച്ചാൽ മതി. $1,000 ആണെങ്കിൽ $1,000 എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ട്രേഡ് എടുക്കേണ്ട എമൗണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ, ഇപ്പോൾ എൻ്റെ ക്യാപിറ്റൽ ഒരു 75,000 രൂപയാണെന്ന് വെക്കുക. ഓക്കെ, എൻ്റെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റലിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് എവിടെ എമൗണ്ട് വരുന്നത്, എത്ര രൂപയ്ക്കാണ് ഞാൻ ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളത്. മനസ്സിലാവുന്നത്? എത്ര രൂപയ്ക്കാണ് ഞാൻ ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളത് ഇവിടെ വരും. ഓക്കെ, ഇവിടെ അപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര രൂപയ്ക്ക്.
590 രൂപയ്ക്കാണ് എൻ്റെ ഫസ്റ്റ് ട്രേഡ് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഒന്നും കൂടെ റിസ്ക് കുറയ്ക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ട്രേഡ്സും വിൻ ട്രേഡ്സും എന്ന് പറഞ്ഞാൽ, ടോട്ടൽ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ടോട്ടൽ 7 ട്രേഡ് എടുക്കുന്നു. 7 ട്രേഡിൽ ഒരു ട്രേഡ് വിന്നാകുകയാണെങ്കിൽ ഞാൻ പ്രോഫിറ്റല്ലായിരിക്കും. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ നോക്കിയേ, 590 എന്ന് പറയുന്ന ഇത് ഞാനിപ്പോൾ ഇവിടെ ലോസ് എന്ന് പറഞ്ഞു, എല്ലാണല്ലോ ലോസായി. രണ്ടാമത്തെ ട്രേഡിന് ലോസായി, മൂന്നാമത്തെ ട്രേഡിന് ലോസായി, നാലാമത്തെ ട്രേഡിന് ലോസായി, അഞ്ചാമത്തെ ട്രേഡിന് ലോസായി, ആറാമത്തെ ട്രേഡിന് ലോസായി, ഏഴാമത്തെ ട്രേഡിൽ ഞാൻ വിന്നായി. നോക്കിക്കേ, ഞാൻ പ്രോഫിറ്റിൽ വന്നു 75,590 റുപ്പീസ്. കണ്ടോ, ക്യാപിറ്റൽ ഇതാണ് 590 റുപ്പീസ്. ഞാൻ ക്യാപിറ്റൽ, എനിക്ക് പ്രോഫിറ്റ് ഇവിടെ കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അറിയാം, ഇവിടെ ഞാൻ 8 ആക്കണം. 8 എന്തായി? 294 രൂപയാണ് എൻ്റെ ട്രേഡ് വരുന്നത്. എനിക്ക് 8 ട്രേഡിൽ 7 ട്രേഡും ലോസ് ആയാലും കുഴപ്പമില്ല. 8ാമത്തെ ട്രേഡ് എനിക്ക് ഒരു ട്രേഡ് വിന്നായാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഞാൻ 9 കൊടുക്കുന്നത്. എനിക്ക് 146 രൂപയാണ് എനിക്ക് ഫസ്റ്റത്തെ ട്രേഡിന്. കാരണം കോട്ടക്സിൽ എത്രയാണ് മിനിമം? എത്രയാണ് മിനിമം? നമ്മൾ 100 റുപ്പീസാണ് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളത്. നമുക്ക് 8 ട്രേഡ് നിങ്ങൾ ലോസ് ആവുകയാണെങ്കിൽ, ശ്രദ്ധിച്ചോ, 8 ട്രേഡ് നിങ്ങൾ ലോസ് ആയിക്കോട്ടെ, അടുപ്പിച്ച് ലോസ് ആവട്ടെ, 9ാം ട്രേഡ് നിങ്ങൾ വിന്നാവുകയാണെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിപ്പോൾ ഒരു ട്രേഡ് എന്ന് വെച്ചാൽ 9 ട്രേഡ് എടുത്തിട്ട് ഒരു ട്രേഡ് വിന്നായി കഴിഞ്ഞാൽ എത്ര നിങ്ങൾ ട്രേഡ് എടുക്കുന്നോ, കാരണം ഇവിടെ 100 രൂപേൻ്റെ മേലെ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റത്തെ ട്രേഡ് നിങ്ങൾക്ക് 100 രൂപേൻ്റെ മേലെ ആയിരിക്കണം. അതുവരെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാഷ് 75,000 രൂപ ഇല്ലയെന്ന് വെക്കാം. നിങ്ങളുടെ അടുത്ത് 25,000 രൂപയുള്ളൂ എന്ന് വെക്കാം. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയുന്നു. അപ്പോൾ എന്തായി? നിങ്ങൾക്ക് ഈ 9 ട്രേഡ് എടുക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റത്തെ ട്രേഡ് എന്ത് ചെയ്തു? 48 രൂപയാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റത്തെ ട്രേഡ് ഇതൊക്കെ പോട്ടെ, ഫസ്റ്റത്തെ ട്രേഡ് 48 രൂപയാണ് വരുന്നത്. നമുക്ക് മിനിമം എത്ര വേണം? 100 രൂപ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കുറച്ച് കൊണ്ടുവരിക, 8. അപ്പോൾ 98 രൂപ. അപ്പോൾ ഓക്കെ 98 രൂപ, അത് 100 രൂപ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആക്കാം. അപ്പോൾ 7, അപ്പോൾ 196 രൂപ. അപ്പോൾ എന്തായി? 7 ട്രേഡിൽ ഒരെണ്ണം വിന്നാവണം. മനസ്സിലാവുന്നുണ്ടോ? 7 ട്രേഡിൽ ഒരെണ്ണം വിന്നായാൽ മതി, നമ്മൾ പ്രോഫിറ്റബിളായി. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത്, നിങ്ങളിവിടെ 7 ട്രേഡിൽ ഇവിടെ ഈ 1 വിന്നില്ലേ, ഇവിടെ നിങ്ങൾ 2 കൊടുത്തു എന്ന് വെക്കുക, 2 കൊടുത്തു എന്ന് വെക്കുക. അപ്പോൾ ഇവിടെ എന്തായി? 7 ട്രേഡിൽ 2 എണ്ണം അടുപ്പിച്ച് വിന്നായി കഴിഞ്ഞാൽ, 2 അടുപ്പിച്ചെന്നല്ല 2 വിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നാണ്. ഞാൻ ഈ ഒരു സംഗതി 2 ഇവിടെ ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ 1 തന്നെ ഉപയോഗിക്കാറില്ല. ഒറ്റ വിന്നിൽ എനിക്ക് മൊത്തം എൻ്റെ ലോസ് മുഴുവൻ റിക്കവർ ആവണം. അതുകൊണ്ട് ഞാൻ 1 ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ നമ്മളിത് 1,250 ഫസ്റ്റത്തെ ട്രേഡ് വരുന്നത്, എമൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മളൊന്ന് കൂട്ടുക. ഓക്കെ, 398 10 222. കണ്ടോ? അപ്പോൾ ഫസ്റ്റത്തെ ട്രേഡ്, അപ്പോൾ ഇതെന്തായി? ആ ടോട്ടൽ 10 ട്രേഡ്സിൽ എനിക്ക് 2 വിന്ന് കിട്ടിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് ഞാൻ വിന്ന് കിട്ടി. അപ്പോൾ അടുത്ത എന്ത് ചെയ്തു? 49 റുപ്യാണ്. 49 റുപ്യ എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഞാൻ ലോസ് എന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടു. ഇത് 98, നോ പ്രോബ്ലം. എനിക്ക് ഞാൻ വിന്നിന്ന് കിട്ടി, അടുത്ത വിന്ന് കിട്ടി, അടുത്ത കണ്ടോ? എവിടെയൊക്കെ നമുക്ക് എന്താ പറയുക 49 കിട്ടുന്നോ അല്ലെങ്കിൽ ഇത് കിട്ടുന്നോ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അവിടെ ലോസ് ഇടുക, അടുത്ത എമൗണ്ട് വരും, ആ എമൗണ്ടിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരിക്കലും ഈ ഒരു സംഗതി 2 ഉപയോഗിക്കാറില്ല. ഞാൻ 1 ആണ് ഉപയോഗിക്കുന്നത്. ഇതിവിടെ കണ്ടോ? ഇപ്പോൾ 98 റുപ്പീസ് വരുന്നുണ്ട്. ജസ്റ്റ് 7 ആക്കി കൊടുത്താൽ മതി.
ഓക്കെ, അങ്ങനെ വെച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിങ്ങനെയാണ് നിങ്ങൾ മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങളുടെ അടുത്ത് 50,000 രൂപയാണെന്ന് നോക്കാം. 390 റുപ്യാണ് ഫസ്റ്റത്തെ ട്രേഡ് വരുന്നത്. നിങ്ങൾക്ക് ഇനിയും കുറയ്ക്കാം, 196 റുപ്യ. ഇനിയും കുറയ്ക്കാൻ പറ്റുമോ നോക്കുക? ഇല്ല. ഓക്കെ, അപ്പോൾ 8. അപ്പോൾ ടോട്ടൽ 8 ട്രേഡിൽ ഒരു ട്രേഡ് ഞാൻ വെച്ചാൽ ഫസ്റ്റ് സിഗ്നൽ തന്നു, ലോസായി. MTG തന്നു, ലോസായി. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അടുത്ത് തന്നു, ലോസായി. പിന്നെ അടുത്ത് ലോസായി. പിന്നെ അടുത്ത് ലോസായി. പിന്നെ ലോസായി. ഇവിടെ എങ്ങനെ വിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിലാണ്. പിന്നെ ലോസായി. ഓക്കെ, പിന്നെ വിന്ന് വന്നു. പിന്നെ ലോസായി. പിന്നെ വിന്ന് വന്നു. വിന്ന് വന്നു. ലോസായി. അതുകൊണ്ടോ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ക്യാപിറ്റൽ സെക്യൂർ ആയിരിക്കുകയും ചെയ്യും, നമ്മൾ പ്രോഫിറ്റബിളും ആയിരിക്കും ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടോട്ടൽ ട്രേഡ്സ് നിങ്ങൾക്ക് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം കൂട്ടുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി ക്യാപിറ്റൽ കുറയുമ്പോൾ ഇവിടെ വിൻ ട്രേഡ്സ് 2 ഇടുക. അപ്പോൾ നോക്കിയേ, 2 ഇടണം. ക്യാപിറ്റൽ കുറയുമ്പോൾ അപ്പോൾ ഇവിടെ 1417 ആവും. ഇതെന്ത് ചെയ്യുക? ഇതൊരു 10 ആക്കുക. ഓക്കെ, 10 11 ആക്കുക. ഓക്കെ, കണ്ടോ? 245. അപ്പോൾ 11 ട്രേഡിൽ 2 വിന്ന് കിട്ടിയാൽ മതി. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2 ലക്ഷം. ഓക്കെ, എത്ര പൈസ വേണമെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മണി മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എപ്പോഴും ഒരു പ്രോഫിറ്റബിൾ ട്രേഡായിട്ട് മാറാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി എൻ്റെ അടുത്ത് 10,000 ഉള്ളൂ. 10,000 ഉള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇവിടെ ഞാൻ 6 എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 7 എടുത്താൽ കിട്ടുമോ? 7 എടുത്താൽ കിട്ടില്ല, ഞാൻ 6. 6 ട്രേഡിൽ ഒരു ട്രേഡ് വിന്നാവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇതാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? 2 ഇടും. അപ്പോൾ 877. അപ്പോൾ ഞാൻ 8 ഇടുന്നു. 283. 9 ഇടുന്നു. 159. എൻ്റെ കയ്യിൽ 10,000 രൂപ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ 92. 9 ട്രേഡ് എടുക്കുന്നതിൽ 2 ട്രേഡ് വിന്നായാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇത് ചിലപ്പോൾ 2 സെക്ഷൻ കൊണ്ടായിരിക്കും വരിക. മനസ്സിലാവുന്നുണ്ടോ? അതാണ് മണി മാനേജ്മെൻറ്റ് ഇങ്ങനത്തെ ഈ ഷീറ്റിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു മണി മാനേജ്മെൻറ്റാണ് നമ്മൾ ഡബിൾ ചെയ്ത് പോവുക. ഇപ്പോൾ 100 റുപ്പീസ് നമ്മൾ ഇട്ടു നോക്കാം. ഓക്കെ, 100 റുപ്പീസ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു ട്രേഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ 85% ആണ് നമ്മുടെ ഇത് കിട്ടുന്നത്, നമുക്ക് എന്താ പറയുക, റിട്ടേൺ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 100 റുപ്പീസ് ഇട്ടു, നമുക്ക് ലോസായി, 100 ലോസായി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? 200 ഇടും. 200 ഇടുമ്പോൾ ലോസായി. എത്ര? 200 പ്ലസ് ഈ 100ഉം ഈ 100ഉം ഈ 200 300 ആയി. അപ്പോൾ നമ്മൾ 200 400 ഇടും. ഓക്കെ, 400 ഇടുമ്പോൾ എന്തായി? 300 രൂപ എടുത്തിട്ടുണ്ട് പ്ലസ് 700 അല്ലേ? 700 റുപ്പീസ് നമുക്ക് ലോസിനാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 800 ഇടും. 800 നമുക്ക് കിട്ടിയെന്ന് വെക്കുക. ഓക്കെ, 85% നമുക്ക് കിട്ടി ഇൻറ്റു 85%. എത്രയായി? 680 രൂപ നമുക്ക് കിട്ടി. നമുക്ക് എത്രയാണ് നഷ്ടം? 700 രൂപയാണ് നമുക്ക് നഷ്ടം വന്നേക്കുന്നത്. നമുക്ക് 680 രൂപ കിട്ടി. അടുത്ത ട്രേഡ് നമ്മൾ എത്ര കിട്ടും? 100 രൂപ കിട്ടും. നമുക്ക് എന്ത് വേണം? ഒരു ലോസിന് അടുപ്പിച്ച് 2 വിൻ വേണം അല്ലേ? അടുത്ത 100 റുപ്പീസ് നമ്മൾ ഇട്ടു. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്തു? വിന്നായി. നമുക്ക് എത്ര കിട്ടും? 85 റുപ്പീസ്. 85 റുപ്പീസ് കിട്ടും. 85 റുപ്പീസ് കിട്ടുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇൻറ്റു 85% നമുക്ക് 85 റുപ്പീസ് ഇവിടെ കിട്ടി.
അപ്പോൾ ഇവിടെ എത്രയാണ് 680 രൂപ, മൈനസ് 20 രൂപയാണ് ഇവിടെ ഉള്ളത്. ഈ 80 രൂപയും കൂടെ 85 രൂപയാകുമ്പോൾ നമുക്ക് 65 രൂപ നമുക്ക് പ്രോഫിറ്റിലായിട്ട് നമ്മൾ നിൽക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് വേറൊരു ടൈപ്പിലുള്ള ഡബിളിങ് ചെയ്തു പോകുന്നുണ്ട് മണി മാനേജ്മെൻറ്റ്. ഇതെന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ കാൽക്കുലേഷൻ അൽഗോരിതം വെച്ചിട്ട് നമ്മൾ പോകുന്ന മണി മാനേജ്മെൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഏത് വിധത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞാൻ ഏത് വിധത്തിൽ പോകണം. ഇനി വേറൊരു ടൈപ്പിലുണ്ട്. 10 രൂപ ട്രേഡ് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത MTG എടുക്കുന്നു 40 രൂപയ്ക്ക്. ഒരു ഇതില്ലാതെ എന്താ പറയുക, ഒരു മണി മാനേജ്മെൻറ്റോ ഒരു ഇതും ഇല്ലാതെ അങ്ങ് തോന്നിയ പോലെ എടുക്കുന്നത്, അത് നിങ്ങളെ അക്കൗണ്ട് വാഷ് ഔട്ട് ആക്കി തരുന്നുള്ളത് 100% ഉറപ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റൽ ഇവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം വലിയ ക്യാപിറ്റലൊക്കെ ആണെങ്കിൽ, കുറച്ച് നല്ല ക്യാപിറ്റലൊക്കെ ആണെങ്കിൽ നിങ്ങൾ 1 തന്നെ കൊടുക്കാൻ നോക്കുക. ഒറ്റ ട്രേഡിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, വിന്നാവാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാ ലോസും ഒറ്റ ട്രേഡിൽ തന്നെ ക്ലോസ് ചെയ്യുന്ന വിധത്തിൽ നിങ്ങൾ 1 കൊടുക്കാൻ നോക്കുക. ഇനി ക്യാപിറ്റലിൻ്റെ കുറവുള്ളവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് 2 കൊടുക്കുക. 2 കൊടുത്തിട്ട് ഇവിടെ മിനിമം ബാലൻസ് ആക്കി എടുക്കുന്ന പോലെ ഇവിടെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഓക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, ലോസ് മാത്രം നിങ്ങൾ വരുത്തല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യാതെ നിങ്ങൾ ലോസ് ഉണ്ടാക്കല്ലേ. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ കംപ്ലീറ്റും ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ലോസ് എന്തായാലും ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാൻ 2 അടുപ്പിച്ച വിൻ തരുന്നുണ്ട്. ആ അടുപ്പിച്ച 2 വിന്ന് കൊണ്ട് നിങ്ങൾ നല്ല പ്രോഫിറ്റബിളായിട്ട് മാറുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ മണി മാനേജ്മെൻറ്റ് ഉപയോഗിക്കാതെ നിങ്ങൾ ഒരിക്കലും സക്സസ്ഫുൾ ട്രേഡർ ആകൂല എന്നുള്ളത് ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡബിളിങ്ങിൻ്റെ പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഷീറ്റ് ഉപയോഗിക്കാം. ഇങ്ങനെയാണ്. ഈ ഷീറ്റ് ഉപയോഗിച്ചാലും മണി മാനേജ്മെൻറ്റിൻ്റെ ഡബിളിങ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ചെയ്താലും നിങ്ങൾ എപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ റിസ്ക് റിവാർഡ് 1:2 എന്നുള്ള ഇത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, എനിക്കെന്താണ്, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന 500 ആണെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് 1000 ആയിരിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യരുത്. 1:2 എന്നുള്ള ഇതിൽ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക്, ഓക്കെ, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ കോട്ടക്സിൽ എന്താ പറയുക, പുതിയതായിട്ട് വരുന്നവരും ഉപയോഗിക്കുന്നവരും എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിവിടെ എന്താ പറയുക, ഡിഫാൾട്ട് ടൈമിലായിരിക്കും നിങ്ങൾ ട്രേഡ്. ഇതിപ്പോൾ സ്വിച്ച് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ടൈമറാണ്. ഇവിടെ നിങ്ങൾക്ക് ടൈമർ സെറ്റ് ചെയ്യാം. 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ് എന്ന് വെച്ചാൽ ഇതിലൊരിക്കലും നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. നിങ്ങൾ സ്വിച്ച് ചെയ്തതിന് ശേഷം ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫാൾട്ടിലായിരിക്കും കിടക്കുക. ഇതിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഡിഫാൾട്ട് ടൈമിൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ടൈമറിലാണ് കിടക്കുന്നതെങ്കിൽ അത് സ്വിച്ച് ചെയ്തതിന് ശേഷം നോക്കിയേ, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ഫസ്റ്റ് ഇതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വയ്ക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് ഉണ്ടാവും. ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊരു സിഗ്നൽ തന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കണമെങ്കിലും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. ഓക്കെ, അല്ലാതെ ഒരു സിഗ്നൽ വന്നു അല്ലെങ്കിൽ ഇത് വന്നു നിങ്ങളൊരു 10 സെക്കൻഡ് 5 സെക്കൻഡോ ഡിലേ ചെയ്തിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോസിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ പ്രോഫിറ്റിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ലോസും ഓക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലോസ്, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ടുള്ളത് എടുക്കുക എന്നുള്ളതാണ്. ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കോട്ടക്സിൻ്റെ ഇതിൽ നോക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ പെയർ എടുക്കുന്നതും പെയർ എങ്ങനെ സെലക്ട് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് ഓരോ വീഡിയോകളായിട്ട് ഞാൻ
VIP ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോട്ടക്സിൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ID എനിക്ക് അയച്ചു തരിക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്.